ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ, അതുപോലെ തന്നെ ചെയ്തെടുക്കാനും ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കോഫി പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ബോട്ടിൽ നമ്മളൊരു ബേസ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ കുറച്ച് കോഫി പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡാക്കി എടുക്കണം. നമ്മൾ കുറച്ച് മാത്രം ആദ്യം ആഡ് ചെയ്താൽ മതി, കാരണം മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു കാപ്പി നമ്മൾ പാലൊഴിച്ചിട്ട് കടുപ്പമില്ലാതാക്കുന്ന ആ ഒരു കളറില്ലേ, ആ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഈ ബോട്ടിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യണം. ഒരു കോട്ട് ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ഉണക്കാൻ വെക്കുക. ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഒരു കോട്ടും കൂടി അടിക്കണം. ഇങ്ങനെ 2 കോട്ട് അടിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ബോട്ടിൽ. ഇനി നമുക്ക് കാർബൺ പേപ്പർ വേണം. അത് ഇങ്ങനത്തെ യെല്ലോ കളർ കാർബൺ പേപ്പറാണ് വേണ്ടത്. ബ്ലൂ കളറാകുമ്പം ആ ബോട്ടിലൊക്കെ അത് പറ്റി പിടിക്കും. എന്നിട്ട് നമുക്ക് അതിൽ ക്യാപ്ഷൻസും എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ, ഇനി പിക്ചേഴ്സ് ആണെങ്കിലോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതൊന്ന് പ്രിൻ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരു പെൻസിലോ പെന്നോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ട്രേസ് ചെയ്തെടുക്കുക. ഈ വൈറ്റ് കളർ കാർബൺ പേപ്പറിനാകെ 3 രൂപയേ ഉള്ളൂ. ഏകദേശം എല്ലാ ഷോപ്പിലും കിട്ടുന്നതാണ്. വൈറ്റ് തീരെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ബ്ലൂ യൂസ് ചെയ്താൽ മതി. പക്ഷേ ആ ബ്ലൂ ലൈൻസ് വരുന്ന സ്ഥലത്തൊക്കെ അവസാനം ഒന്ന് ഈ ബേസ് കളർ കൊണ്ടൊന്ന് ടച്ച് ചെയ്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പം നമ്മളിത് ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിക്ചേഴ്സൊക്കെ അതിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഞാൻ കുറച്ച് പിക്ചറൊക്കെ അതിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിന് പകരം യൂസ് ചെയ്യുന്ന കോഫി പൗഡർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ 3 ബൗളിലാക്കിയിട്ട് കുറേശ്ശെ കോഫി പൗഡർ ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ ഒക്കെ ചേർത്താൽ മതി. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പേപ്പറിലൊന്ന് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത് ലൈറ്റ് കളറാണ്, അതുപോലെ ഇതൊന്നൊരു മീഡിയം കളറ്, പിന്നെ ഒരു ഡാർക്ക് കളറ്. ഇങ്ങനെ 3 ഷെയ്ഡാക്കിയിട്ടാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് നമ്മളെ പിക്ചറിനനുസരിച്ച് കുറേ ഷെയ്ഡ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഈ ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ പിക്ചറിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കണം. ഷെയ്ഡ് നല്ല കട്ടിയിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയിൽ മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ ബ്രഷ് നമ്മൾ ഏറ്റവും തിന്നായിട്ടുള്ള ബ്രഷാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എൻ്റെ കയ്യിൽ അത്ര ഒരു തിന്നായിട്ടുള്ള ബ്രഷ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആകുമ്പോൾ വരയ്ക്കാൻ ഇത്തിരി പ്രയാസമാണ്. നൈസായിട്ടുള്ള പിക്ചേഴ്സൊക്കെ വരയ്ക്കുമ്പോഴും എഴുതുന്ന സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് വേണ്ടത്. ഈ കോഫി പൗഡർ യൂസ് ചെയ്തിട്ട് ഒരുപാട് പിക്ചേഴ്സൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും. പല ഷെയ്ഡ്സിലാക്കിയിട്ട് ഇങ്ങനെ കോഫി മിക്സ് ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ട്. അതുപോലെ നമ്മൾ ക്യാൻവാസ് ബോർഡിലും പേപ്പേഴ്സിലൊക്കെ ചെയ്യാൻ പറ്റും. എപ്പോഴും കുറച്ച് മാത്രം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കണം. കാരണം ഇത് ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് കട്ടായിട്ട് ചീത്തയായി പോകും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം ചെയ്യാം. കോഫി പെയിൻറ്റിങ് ഡിസൈൻസ് എന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് പിക്ചേഴ്സൊക്കെ കിട്ടും. നമ്മൾ നല്ല തിന്നായിട്ടുള്ള ഡിസൈൻസൊക്കെ വരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് വരയ്ക്കണം. നല്ല തിന്നായിട്ടുള്ള ബ്രഷും വേണം, അതുപോലെ നല്ല കട്ടിയിലായിരിക്കണം ആ ഒരു മിക്സിങ് വേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ ആകെ ഒലിച്ചിറങ്ങി നമുക്ക് ആ ഒരു ബോർഡർ പോലെ കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡാർക്ക് ഷെയ്ഡിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഫി പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ബോർഡറൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് നല്ല വെള്ളം പോലെയുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കിട്ടുക. അപ്പം നമുക്ക് ബോർഡറൊക്കെ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. അത് ചെയ്യുന്നതിൻ്റെ മുമ്പേ ആ ബോർഡർ ചെയ്തതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കറക്റ്റായിട്ട് നല്ലൊരു മിക്സ് ആവാതെ നല്ല വൃത്തിയിൽ കിട്ടും. ഞാൻ മേലെയുള്ള ആ ലവ് ഷേപ്പിനൊക്കെ
ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തൊരു അട്രാക്റ്റ് ചെയ്യാത്ത പോലെ തോന്നി. അപ്പോൾ പിന്നെ അത് ഞാൻ ആ ഡാർക്ക് ഷെയ്ഡ് തന്നെ യൂസ് ചെയ്തിട്ടൊന്ന് ഫില്ല് ചെയ്യാണ്. അപ്പോൾ നമുക്കിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ആ ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി, നല്ല ഭംഗിയുണ്ടാവും. സൈഡിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡിലും കൂടെ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടൊന്ന് ഡിസൈൻ ചെയ്യാണ്. ഇത് ഞാൻ ട്രേസ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് തന്നെ വരച്ചതാണ്. ആ ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് കുറച്ച് ഡോട്ടൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടിലിൻ്റെ ആ നെക്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മീഡിയം ഷെയ്ഡിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോഫി പൗഡർ യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യാം. അപ്പം നമ്മളെ ബോട്ടിൽ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിനി നെക്കിൻ്റെ അവിടെ നമ്മൾ ഈ മീഡിയം ഷെയ്ഡിൽ ചെയ്തിട്ടുള്ളത് ബ്രഷിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഒലിച്ചിറങ്ങിയിട്ട് ആ ബോട്ടിലിന് നല്ലൊരു ഭംഗിയുണ്ട്. അധികം ലൂസ് ആവരുത്. നമ്മൾ ആദ്യം ആ പാത്രത്തിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ട് ഭയങ്കര ലൂസാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇനി നമുക്ക് അടുത്തൊരു ബോട്ടിലായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ബോട്ടിൽ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റിൽ കോഫി പൗഡർ മിക്സ് ചെയ്തിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഇതേപോലെ വൈറ്റ് കാർബൺ പേപ്പർ വെച്ചിട്ട് നമുക്ക് എന്താണോ അതിൽ എഴുതേണ്ടതെന്ന് വെച്ചാൽ അത് ഇതേപോലെ പ്രിൻ്റ് എടുത്തിട്ട് കാർബൺ പേപ്പർ വെച്ചിട്ട് ഒന്ന് എഴുതിയെടുക്കുക. ഒരു പെൻസിലോ പെൻ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് എഴുതിയെടുത്താൽ മതി. ഇനി ഈ ബോട്ടിൽ വേർഡ്സൊക്കെ ഒന്ന് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡാർക്ക് ഷെയ്ഡില്ലേ കോഫി പൗഡറിൻ്റെ, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൽ വേർഡ്സൊക്കെ എഴുതിയെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വളരെ തിന്നായിട്ടുള്ള ബ്രഷ് നോക്കിയിട്ട് യൂസ് ചെയ്യണം. എൻ്റെ കയ്യിൽ അത്ര തിന്നുള്ള ഒരു ബ്രഷ് അല്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു ഇതൊന്ന് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ വളരെ തിന്നായിട്ടുള്ള ബ്രഷ് നോക്കി യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫോണ്ട് നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പ്രിൻ്റ് എടുക്കുന്നതിൻ്റെ മുമ്പേ നമ്മളൊന്ന് സൂം ചെയ്തിട്ട് അതിൻ്റെ ഫോണ്ടിൻ്റെ ആ സൈസൊക്കെ ഒന്ന് കൂട്ടുക. അപ്പം നമുക്ക് കുറച്ചുകൂടി ഒന്ന് എഴുതിയെടുക്കാൻ ഈസി ആയിരിക്കും. ഞാനിത് ഫസ്റ്റ് ടൈമായിട്ട് ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫോണ്ട് സൈസ് കുറച്ചുകൂടെ വലുതായിരുന്നു നല്ലതെന്നൊക്കെ തോന്നിയത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ മാക്സിമം എന്നെ കൊണ്ടാകുന്ന പോലെ ഒന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ടച്ച് ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണ ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടൊക്കെ ഇതുപോലെ വേർഡ്സൊക്കെ ബോട്ടിൽ എഴുതാറുണ്ടല്ലോ. അപ്പം ആ ഒരു ഇത് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നിയത്. അങ്ങനെ ചെയ്തതാണ്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ആ ഒരു കളർ കോമ്പിനേഷൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു ഓഫ് വൈറ്റ് കളറിൽ ഇങ്ങനെ ആ ബ്രൗൺ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയായിരുന്നു കാണാനും. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് ഞാൻ ഈ പിക്ചേഴ്സൊക്കെ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ പിക്ചറൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഷെയ്ഡ്സൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മീഡിയം ഷെയ്ഡില്ലേ, ഒരു കുറച്ച് ലിക്വിഡായിട്ടുള്ള അത് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ബോട്ടിൽ നമ്മൾ പിക്ചേഴ്സൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടിലിൻ്റെ ആ ഒരു നെക്കിൻ്റെ അവിടെ നമ്മൾ ആ മീഡിയം ഷെയ്ഡിൽ മിക്സ് ചെയ്തിട്ടുള്ള ആ കുറച്ച് ലിക്വിഡായിട്ടുള്ള അത് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ലിക്വിഡ് തന്നെ ആ ഒരു മിക്സിങ് തന്നെ നമ്മൾ ബ്രഷ് നമ്മൾ അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ ആ ഒന്ന് ഒലിച്ചിറങ്ങുമല്ലോ, അത് അങ്ങനെ ഒരു ഡിസൈൻ കൂടെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ലിക്വിഡ് ആവരുത്. പെട്ടെന്ന് അങ്ങ് ഒഴുകി താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ വരച്ചിട്ടുള്ള ആ പിക്ചേഴ്സിൻ്റെ മേലെയൊക്കെ വന്നിട്ട് അതൊക്കെ ചീത്തയായി പോവും. ഇനി നമ്മൾ ആ മീഡിയം ഷെയ്ഡ് തന്നെ യൂസ് ചെയ്തിട്ട് ബോട്ടിലിൻ്റെ താഴെ ഒന്ന് ബോർഡർ കൊടുക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ മിക്സ് ചെയ്തല്ലേ, അതിപ്പോൾ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. താഴെ ഭാഗം ജസ്റ്റ് ഒന്നിങ്ങനെ വളഞ്ഞാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ കോഫി പൗഡർ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ബോട്ടിലാണെന്ന് ആരും പറയില്ല കണ്ടാൽ, കാരണം അത്രയ്ക്ക് അതിനൊരു ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്തതാണ്, അപ്പോൾ കുറച്ച് പെർഫെക്ഷനിലൊക്കെ കുറവുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.